ഹായ് ഗൈസ്, ഐ എം മാധവ്. നമ്മുടെ മോളിവുഡിൽ ഇറങ്ങിയ സിനിമകളിൽ ഏതൊരു ടൈമിലും നമുക്ക് സംസാരിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഏതൊരു ടൈമിലും സംസാരിച്ചു കഴിഞ്ഞാൽ വാല്യൂ ഉള്ള ഒരു പീക്ക് ട്രെൻഡ് സെറ്റർ ആയിരുന്നു പ്രേമം എന്ന് പറയുന്ന സിനിമ. കാരണം പ്രേമം കണ്ട ഓരോ പ്രേക്ഷകനും ഈ സിനിമ കൊടുത്തത് അതുവരെ കിട്ടാത്തൊരു ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു, ഒരു പുതിയ അനുഭവം. പ്രേമത്തിൻ്റെ ആ ഒരു യുണീക്നെസ് പറയുമ്പോൾ അത് സ്റ്റോറി ടെല്ലിങ്ങിൽ മാത്രമല്ല, അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഡയലോഗ്സ് ഒക്കെ മൾട്ടിപ്പിൾ കളേഴ്സിൽ ടെക്സ്റ്റായിട്ട് എഴുതി കാണിക്കുന്ന സംഭവം തൊട്ട് അതിൻ്റെ ഒരു പേസിങ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഈ പടത്തിലെ സോങ്ങുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സൗണ്ട് ട്രാക്കുകൾ, ഈവൻ ആക്ടേഴ്സിൻ്റെ ഒരു ആക്ടിങ് സ്റ്റൈലുണ്ടല്ലോ, അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറി, അതിൻ്റെ വോക്കൽ മിക്സിങ്, മൊത്തത്തിലുള്ള ഒരു സൗണ്ടിങ്, എന്താ പറയുക, ഒരു സീനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി, ക്യാമറ മൂവ്മെൻറ്റ്സ്, അങ്ങനെ എല്ലാം കൊണ്ടും അല്ലെങ്കിൽ എല്ലാ മേഖലയിൽ നിന്നും നമുക്കൊരു പുതുമ ഫീൽ ചെയ്യുന്ന ഒരു സിനിമ. അതും ഈ ഒരു ജേണർ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അതായത് റോം കോം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ, അല്ലെങ്കിൽ ഒരു കമ്മിങ് ഓഫ് ഏജ് പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പ്രേമം അതേ സെയിം ജേണറിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് തീർത്തും, അല്ലെങ്കിൽ മറ്റുള്ള സിനിമകളോടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തികച്ചും വ്യത്യസ്തമായ, അല്ലെങ്കിൽ നമ്മൾ അതുവരെ അനുഭവിക്കാത്തൊരു ഫീലായിരുന്നു പ്രേമം കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത്, ആ ഒരു വൈബ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എങ്ങനെയായിരിക്കും ആ ഒരു ടൈമിൽ ഇങ്ങനത്തെ ഒരു ഐഡിയ വന്നത്, അല്ലെങ്കിൽ ഈ ഒരു ജേണറിലുള്ള സിനിമ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ആളുകൾക്ക് ഒരു പുതുമയുള്ളൊരു എക്സ്പീരിയൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഈ സ്റ്റൈലൊക്കെ എങ്ങനെയായിരിക്കും ആളുടെ മൈൻഡിലേക്ക് വന്നതെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുള്ള കാര്യമാണ്. അത് മാത്രമല്ല, പ്രേമത്തിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു കൂട്ടം, എന്താ പറയുക, കുറേ കിട്ടിലിൻ ആക്ടേഴ്സിനെയും കൂടെ ലോഞ്ച് ചെയ്തൊരു സിനിമയാണ് പ്രേമം എന്ന് പറയുന്നത്. അതിലെല്ലാവരും ഇന്നും മലയാള സിനിമയിൽ, എന്താ പറയുക, അത്രയും സ്റ്റാർഡത്തിൽ നിൽക്കുന്ന ആളുകളാണ്. ദെൻ അഫ്കോഴ്സ് നിവിൻ പോളി എന്ന ആക്ടർ, അദ്ദേഹത്തിൻ്റെ, എന്താ പറയുക, ഈ റോം കോം പരിപാടി നമ്മൾ പ്രേമത്തിന് മുമ്പും കണ്ടിട്ടുണ്ട്. ഈവൻ തട്ടത്തിൻ മറയത്തൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകളാണ്. പക്ഷേ പ്രേമത്തിലേക്ക് വരുമ്പോൾ, എന്താ പറയുക, അതിൻ്റെ വേറത്തിനൊരു പീക്ക് പരിപാടിയായിരുന്നു. അതായത് അദ്ദേഹത്തിനോട് നമുക്കുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം പിന്നെ ഒരു 10x കൂട്ടുന്ന രീതിയിലായിരുന്നു പ്രേമത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അത്രയും ക്യൂട്ടായിട്ടുള്ള, എന്നാൽ ഇമോഷണൽ സീനുകൾ അത്രയും ഇൻറ്റൻസ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും നാച്ചുറൽ ആയിട്ടൊക്കെയാണ് പ്രേമത്തിൽ. എന്താ പറയുക, നമുക്കിങ്ങനെ ഭയങ്കര രസമാണ് പ്രേമത്തിൽ അതിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ കണ്ടിരിക്കാൻ. എന്നാലും എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് അറിയാവോ, ആ ടൈമിൽ ഈ അൽഫോൺസ് പുത്രൻ എന്ന് പറഞ്ഞ സംവിധായകന് ഇങ്ങർക്ക് എങ്ങനെയായിരിക്കും ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റൈലും ഒക്കെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ആലോചിക്കൂടാ, അതെനിക്ക് ഒരു പിടുത്തം കിട്ടണില്ല. അതായത് എന്തെങ്കിലും ഇൻ്റർവ്യൂവിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പ്രേമത്തിൻ്റെ ഇൻസ്പിറേഷൻ അങ്ങനെ എന്തെങ്കിലും? ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത്. പക്ഷേ എന്തായിരിക്കില്ല ആ ടൈമിലത്. കാരണം പ്രേമത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇന്നിരുന്ന് കണ്ടാലും നമുക്കെന്തോ കഴിഞ്ഞ മാസം ഇറങ്ങിയൊരു സിനിമയാണെന്ന് തോന്നും. കാരണം അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. അതായത് ഏത് കാലഘട്ടത്തിലുള്ള ഈ ഒരു ജേണറിൽ വരുന്ന സിനിമകളോടും, എന്താ പറയുക, വെക്കാൻ പറ്റുന്ന ഒരു, എന്താ പറയുക, ഒരു മാജിക്കൽ സ്റ്റൈലുണ്ട് പ്രേമത്തിന്. അത് അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാലും അത് എങ്ങനെയായിരിക്കുമല്ലോ ആ ടൈമിൽ. പിന്നെ നമ്മളതിൻ്റെ പ്രൊഡ്യൂസറുടെ കാര്യം എടുത്തു പറയണം. കാരണം അദ്ദേഹവും ഒരു ട്രെൻഡ് സെറ്റർ സംവിധായകനാണ്. രാജമാണിക്യം, ചോട്ടാമ്പയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചോട്ടാമുംബൈ പോലത്തെ ഒരു പടം പിന്നീട് മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം എനിക്കൊന്നും ഇനി ഉണ്ടാക്കാൻ പറ്റത്തുമില്ല. കാരണം അത്രയും ഈ പ്രേം പോലെ തന്നെ ഒരു യുണീക്ക് പീസായിരുന്നു ചോട്ടാമുംബൈ. വേറെ ആരാൻ പറ്റിയില്ലാണ് ഞാൻ പറഞ്ഞത്, അൻവർ റഷീദ്, അദ്ദേഹത്തിനെ പറ്റിയാണ്. അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സംവിധായകനാണ്. നമുക്ക് ആഘോഷിക്കാനുള്ള സാധനങ്ങൾ, ഒരുപാട് സിനിമകളും അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തു വെച്ച സാധനങ്ങൾ ഇന്നും നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന സിനിമയാണ്. അപ്പോൾ എന്താ പറയുക, രണ്ടുപേരുടെയും വിഷൻ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് മാച്ച് ആയിട്ടുണ്ട്. കാരണം പ്രൊഡ്യൂസറും ഡയറക്ടറും ഒരേ വൈബുള്ള ആൾക്കാരാണ്. സോ അതും ഈ സിനിമയുടെ ഒരു ഭംഗിക്ക് ഒരു വലിയ കാരണമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഉണ്ടോ പ്രേമം എപ്പോൾ കാണുമ്പോഴും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രേമം തിയേറ്ററിൽ മിസ് ചെയ്ത ഒരാളാണ്. ഞാൻ പ്രേമം തിയേറ്ററിൽ കണ്ടിട്ടില്ല. പക്ഷേ എപ്പോൾ കാണുമ്പോഴും അതൊരു റിഗ്രറ്റാണ്. പ്രേമം ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, എൻ്റെ കയ്യിൽ ലാപ്ടോപ്പൊക്കെ പോലെ ഇരിക്കുന്ന ഒരു വീഡിയോ പ്ലെയർ ഉണ്ടായിരുന്നു. അതിൽ DVD മേടിച്ച് അതിലാണ് പ്രേമം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ പിന്നെ TV-യിലൊക്കെയാണ് കാണുന്നത്. പക്ഷേ എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ടോ പ്രേമം തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റില്ല. എനിക്കൊന്ന് റിലീസ് ചെയ്ത് അങ്ങനെ കണ്ടിട്ട് ഇനി കാര്യമില്ല. കാരണം അന്ന് ഇറങ്ങുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ഇനിയിപ്പോൾ റിലീസ് ചെയ്താൽ കിട്ടത്തില്ല. കാരണം നമുക്കിപ്പോൾ അതിലെ ഓരോ സീനുകൾ ഉൾപ്പെടെ നമുക്ക് അത്രയും മനപ്പാടമാണ്. അന്നത് കാണാൻ പറ്റാഞ്ഞതിൽ നല്ല റിഗ്രറ്റ് ഉണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും എന്ത് ഇഷ്ടമാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ, ഓരോ തവണ നമ്മൾ കാണുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഫീലാണ് പ്രേമം കണ്ടു തീരുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം, തലവേദനയൊക്കെ ഉള്ള സമയത്ത് ഒരു ചായ കുടിച്ച് അങ്ങനെ ഇരിക്കും.
അതേപോലെയാണ് പ്രേമം എപ്പോൾ കാണുമ്പോഴും എനിക്കെന്നല്ല നമുക്ക് പലർക്കും അങ്ങനെ ആയിരിക്കുമല്ലേ. കാരണം അത്രയും നമ്മുടെ ഉള്ളിൽ ഈ പടം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം പറയുമ്പോൾ ചേട്ടാ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2015 ഇറങ്ങിയ ഈ സിനിമയുടെ പാട്ടുകളും ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടക്കം ഈ 2026 എന്താ പറയുക പല റീലുകളും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന് കിട്ടുന്നൊരു ഓഡിയൻസ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഹ്യൂജുമാണ്. ആൻഡ് അതിൽ നമ്മളൊക്കെ പെടും, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രേമത്തിൻ്റെ ഒരു പാട്ടോ അല്ലെങ്കിൽ സ്കോറോ ഒക്കെ വെച്ചിട്ടൊരു റീല് വന്നാൽ നമ്മൾ ഒരു സെക്കൻഡ് അവിടെ നിന്ന് പോവും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് ഫസ്റ്റ് കണ്ട സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഓരോ തവണ ഈ പടം കണ്ടപ്പോഴും നമ്മൾ പോലും അറിയാതെ ഈ പടം നമ്മുടെ ഉള്ളിലേക്ക് എത്രത്തോളം ഇറങ്ങിച്ചിട്ടുണ്ടാവും. അത് ഞാനതാ പറഞ്ഞത്, ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഈ പടം. അല്ലെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ സിനിമ. നമ്മൾ പ്രേമത്തിന് മുമ്പും അല്ലെങ്കിൽ പ്രേമത്തിന് ശേഷവും ഈ റോംകോം പരിപാടികളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവൻ പ്രേമത്തിന് ശേഷം പ്രേമത്തിൻ്റെ അതേ സ്റ്റൈലിൽ തന്നെ പലരും സിനിമയൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അതിനൊന്നിനും പ്രേമത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രേമ എന്ന് പറയുന്ന സിനിമ നമ്മുടെ മനസ്സിലുള്ളൊരു സ്ഥാനമില്ല, അതിനെ തൊടാനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സോ അത് തന്നെ ഈ സിനിമ എത്രത്തോളം എന്താ പറയുക ഒരു മാജിക്കുള്ളൊരു സിനിമയാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അത് സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അയ്യോ പാട്ടുകൾ മാത്രമല്ല കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണ്, ഈവൻ ഈ പ്രേമത്തിൽ പല ഡയലോഗ്സുകൾ ഉൾപ്പെടെ നമ്മളിപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തമാശയായിട്ട് യൂസ് ചെയ്യുന്നില്ലേ. എടാ അതൊക്കെ ഒന്ന് ആലോചിക്കുക, നമ്മളത് ഇപ്പോഴും ഓർത്ത് വെക്കുകയാണ് മൈൻഡിൽ ഡയലോഗ്സുകൾ കാര്യങ്ങളൊക്കെ. എടാ എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്കെന്തോ കുറേ കാര്യങ്ങൾ മൈൻഡിലേക്ക് വരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എഴുതിയൊന്നും വെക്കത്തില്ല. കാരണം എഴുതി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ എന്താണ് മലയാളം ടെസ്റ്റ് വായിക്കുന്ന പോലെ ആയിപ്പോകും. കാരണം എനിക്ക് അതങ്ങനെ അറിയത്തില്ല. പക്ഷേ എന്താണ് എഴുതി വെച്ചിട്ട് ചെയ്യണമെന്നൊക്കെ എനിക്കുണ്ട്, കുറേ കാര്യങ്ങൾ മറന്നു പോയിരിക്കാൻ. ഞാനിപ്പോൾ ചെയ്യണത് ബേസിക്കലി ക്യാമറ ഓണൊക്കെ മൈൻഡിൽ വരുന്നത് അങ്ങ് പറയും എന്നുള്ളൊരു മൂടാണ്. എന്തായാലും നമുക്ക് ഇനി എഴുതിയൊക്കെ ഭാവിയിൽ എഴുതിയൊക്കെ വെച്ച് നാച്ചുറലായിട്ട് പറയാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. ഞാൻ എന്തായാലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു പാർട്ട് 2 ചെയ്യും. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പം എനിക്ക് ഇതൊക്കെ പറയാൻ കിട്ടുന്നുള്ളൂ. ബേസിക്കലി എന്താ പറയുക, എല്ലാ സിനിമാ പ്രേമികളെയും പോലെ തന്നെ പ്രേമം എൻ്റെയും എന്താ പറയുക മോസ്റ്റ് ഫേവറേറ്റ് മലയാളം സിനിമകളിൽ ഒന്നാണ്. ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് നമ്മൾ ഈ ചാനലൊക്കെ മാറുന്ന ടൈമിൽ ടി വിയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ പടം നമ്മളിങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ പടം നമ്മളെ കാണിക്കും. സോ അങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്രത്യേകതരം ഫീല്, നമുക്ക് ഭയങ്കര ഒരു കണക്ഷനുള്ളൊരു സിനിമയാണ് പ്രേമം. സത്യം പറഞ്ഞാൽ ഇനി ഇങ്ങനത്തെ ഒരു സിനിമയൊക്കെ ഉണ്ടാവൂടാ, ഡൗട്ടാണല്ലേ. മേ ബി ചിലപ്പോൾ അദ്ദേഹം തന്നെ, അതായത് നമ്മുടെ അൽഫോൺസ് പുത്രൻ അദ്ദേഹം തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ഇങ്ങനത്തെ ഒരു സിനിമ ഇനിയും സംഭവിക്കാം. പക്ഷെ എനിക്കൊന്നും അദ്ദേഹം ഇപ്പോൾ ആക്ടിങ്ങിലാണല്ലോ കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്നത്. ആൻഡ് അതിൽ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് വാഴ 2ൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് ഞാനത് പറഞ്ഞോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താണ് സെക്കൻഡ് ഹാഫിൽ ഇദ്ദേഹം വന്നു കഴിഞ്ഞ് ആ ഒരു സീൻ ഫുള്ള് ആളങ്ങ് ഏറ്റെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പീക്ക് പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടെങ്കിലും വാഴ 2ൽ ആളുടെ ആ ഒരു ക്യാരി ഇരിക്കുന്നതും വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്നതും ആ ഒരു മോഡുലേഷനൊക്കെ ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ലായിരുന്നു. ആ പടത്തിലെ പാട്ട് പോലെ തന്നെ ആ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു തുടങ്ങി ആ കുറച്ച് ഏരിയ ഫുള്ള് ആൾ തൂക്കി എന്ന് തന്നെ പറയാം. കാരണം അമ്മാതിരി ഒരു എന്താണ് ഒരു ഗൂസ്പംസ് ലെവൽ പെർഫോമൻസ് ആയിരുന്നു ആളുടെ. അപ്പോൾ നല്ല നല്ല കഥാപാത്രങ്ങളും ചെയ്യട്ടെ, കാരണം നല്ല പൊട്ടൻഷ്യലുള്ള ഒരു ഡയറക്ടർ മാത്രമല്ല ആക്ടറും കൂടെയാണ് അദ്ദേഹം. പക്ഷേ ഡയറക്ടറായിട്ട് വന്നതെന്നും ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. എസ്പെഷ്യലി ഈ പ്രേമം പോലത്തെ ഒരു എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമുക്കൊരു പുതുമ ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയായിട്ട് അദ്ദേഹം തിരിച്ചു വരട്ടെ. ഭയങ്കര വെയിറ്റിംഗ് ആണ് അതിനു വേണ്ടി. അപ്പോൾ ഇതാണ് എനിക്ക് പ്രേമം എന്ന് പറയുന്ന പടം. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ ഇന്ന സീനുകളൊന്നും എടുത്ത് പറയാൻ എനിക്കില്ലടാ. എന്നാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരു പുതുമ അനുഭവപ്പെട്ടാണ്. അപ്പോൾ സീൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാ സീനും ചിലപ്പോൾ പറയേണ്ടി വരും, ഒരുപാട് ലെങ്തായി പോകും. സോ അങ്ങനെയൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് അത് കമൻ്റ് ഇടുക. ആൻഡ് എന്താ പറയുക, അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല, അടുത്ത വീഡിയോ കാണാം.